ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്നതും അപകടകരവുമായ ലൈറ്റ് ഹൗസുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും ഭീകരവും ഒറ്റപ്പെടുന്നതുമായ 4 ലൈറ്റ് ഹൗസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ലാജുമൻ ലൈറ്റ് ഹൗസ് വടക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിലെ ബ്രിട്ടാണി തീരത്തുള്ള അതിമനോഹരവും എന്നാൽ അപകടകരവുമായ ഒരു ലൈറ്റ് ഹൗസാണ്. ഇതിന്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1896 ഒരു വലിയ കപ്പൽ ഛേദത്തെ തുടർന്ന് അപകടകരമായ ഈ കടൽപ്പാതയിൽ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകാനായി ഒരു ഫ്രഞ്ച് ധനികൻ നിർമ്മിച്ചതാണ് ഈ ലൈറ്റ് ഹൗസ്. 1889 ജീൻ ഗിഷാർഡ് എന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ചിത്രം ലോകമെമ്പാടും പ്രശസ്തമായി. അതിന്നും ഗൂഗിളിൽ കിടപ്പുണ്ട്. ഒരു അതിശക്തമായ തിരമാല ലൈറ്റ് ഹൗസിനെ മൂടാനായി ഉയർന്നു വരുമ്പോൾ ലൈറ്റ് ഹൗസ് കീപ്പർ തിയഡോർ മാൽഗോൺ വാതിൽക്കൽ നിൽക്കുന്നതായിരുന്നു ആ ചിത്രം. ഇത് ലൈറ്റ് ഹൗസിന്റെ ഭീകരമായ സാഹചര്യം ലോകത്തിന് മുന്നിൽ എത്തിച്ചു. 1991 ഇതിന്റെ കാവൽക്കാരെ ഒഴിവാക്കി ലൈറ്റ് ഹൗസ് ഓട്ടോമേറ്റ് ചെയ്തു. 2017 ഇതിനെ ഒരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു. സ്പെയിനിലെ ചെറിയ ഐലൻഡായ ഇസ്ലാ ഡി മൗറോയിൽ സ്ഥിതി ചെയ്യുന്ന മൗറോ ഐലൻഡ് ലൈറ്റ് ഹൗസ് ആണ് രണ്ടാമത്തേത്. 1860 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. 1865 ലൈറ്റ് ഹൗസ് കീപ്പർ കടലിൽ വീണ് മരിക്കുകയും പിന്നീട് മറ്റൊരു ലൈറ്റ് ഹൗസ് കീപ്പർ പെട്ടെന്ന് മരിച്ചതിനെ തുടർന്ന് കൊടുങ്കാറ്റ് കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം മാറ്റാൻ സാധിക്കാതെ വരികയും ചെയ്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത്തരം ഒറ്റപ്പെടലും ദുരന്തങ്ങളും തന്നെയാണ് ഈ ദ്വീപിന് ഭീകരമായ മരണമുറങ്ങുന്ന ഒറ്റപ്പെട്ട ദ്വീപ് എന്ന വിശേഷണം നൽകാനുള്ള കാരണം. ഇംഗ്ലണ്ടിലെ പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ അറ്റത്തുള്ള ഒരു ചെറു പാറക്കെട്ടിലാണ് ബിഷപ്പ് റോക്ക് ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ലൈറ്റ് ഹൗസ് എന്ന് ഇത് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് കപ്പലുകൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന ഒരു പാറക്കെട്ടായിരുന്നു ബിഷപ്പ് റോക്ക്. കപ്പലുകളുടെ ശവപ്പറമ്പ് അഥവാ ഷിപ്സ് ഗ്രേവ്യാർഡ് എന്നും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. 1707 ഈ പാറക്കെട്ടിന് സമീപമുള്ള പാറകളിൽ തകർന്ന് HMS അസോസിയേഷൻ എന്ന ബ്രിട്ടീഷ് കപ്പലടക്കം 4 കപ്പലുകൾ മുങ്ങിപ്പോയ ദുരന്തത്തിൽ ഏകദേശം 2000-ഓളം നാവികർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 49 മീറ്റർ ഉയരമുള്ള ഈ വിളക്കുമാടം UK-യിലെ ഏറ്റവും ഉയരം കൂടിയ വിളക്കുമാടങ്ങളിലൊന്നാണ്. ദ കിങ് ഓഫ് ലൈറ്റ് ഹൗസ് എന്നും ഈ ലൈറ്റ് ഹൗസ് അറിയപ്പെടുന്നു. വടക്കേ അമേരിക്കയിലെ ലേക്ക് സുപ്പീരിയർ തടാകത്തിന്റെ നടുവിൽ തീരത്ത് നിന്ന് ഏകദേശം 24 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീകരമായ ലൈറ്റ് ഹൗസാണ് സ്റ്റെനാർഡ് റോക്ക് ലൈറ്റ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായതോ ഒറ്റപ്പെട്ടതോ ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണിത്. 1962 ഒക്ടോബർ 17 ലൈറ്റ് ഹൗസിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. ലൈറ്റ് ഹൗസിനുള്ളിലെ ഗ്യാസലിൻ ടാങ്കുകൾക്ക് തീപിടിക്കുകയും അതൊരു വലിയ സ്ഫോടനത്തിൽ കലാശിക്കുകയും ചെയ്തു. ഈ അപകടത്തിൽ ഒരു ലൈറ്റ് കീപ്പർ മരിക്കുകയും മറ്റ് 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവർ സഹായത്തിനായി സന്ദേശം അയച്ചെങ്കിലും തീരത്ത് നിന്ന് ദൂരെയായതുകൊണ്ട് രക്ഷാപ്രവർത്തകർ എത്തുമ്പോഴേക്കും ലൈറ്റ് ഹൗസിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. ഇന്നും തടാകത്തിന്റെ ഈ ഭാഗത്തുകൂടെ പോകുന്ന കപ്പലുകൾക്ക് സ്റ്റെനാർഡ് റോക്ക് ലൈറ്റ് ഒരു ഏകാന്തമായ മുന്നറിയിപ്പായി നിലകൊള്ളുന്നു. കോസ്മിക്സ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്.